നോക്കിയപ്പോൾ ഭഗവാൻ മറ്റൻ കണ്ണങ്ങ് വേഗം തുറന്നപ്പോൾ നേത്രേ ഉണ്ണീൻ്റെ കുതിർച്ചേ കണ്ണ് തുറന്ന് പറഞ്ഞപ്പോൾ സകലം സോമയാഗതം രുദ്രം ത്രയോഗപുരം ശിവനെയും പാർവതിയും കൂടെ കണ്ട സമയത്ത് വേഗം വീണ്ടും നമസ്കരിച്ചു. നമശിവായ നമശിവായ എന്ന് കൂടെ നമശിവായൊക്കെ ചോദിച്ചു നമസ്കരിച്ചു. അപ്പം ഭഗവാൻ പറഞ്ഞു, ഞാൻ ഉണ്ണിക്കൊരു വരം തരാൻ വേണ്ടി വന്നതാ. ഭഗവാനെ എനിക്ക് വരമൊന്നും വേണ്ട, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇങ്ങനെ എന്നെ മയക്കണ്ട ഭഗവാനെ. ഈ വരമൊക്കെ തന്ന് പ്രലോഭിച്ചാൽ ഞാൻ പിന്നെ വീണ്ടും ഈ സംസാരത്തിൽ തന്നെ വരുമോ? അതുകൊണ്ട് എനിക്ക് വരമൊന്നും വേണ്ട, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്നാൽ എനിക്കൊരു വരം വേണം. വരമേകം വൃണേതാവി പൂർണ്ണാസാമാവിവർഷനാൽ ഭഗവത്തച്യുതാം ഭക്തി തൽപരേഷു തഥാതുയി. അങ്ങനെയെങ്കിൽ എനിക്ക് ഒരേ ഒരു വരം തന്നാൽ മതി. എന്താണ്? ആ പൂർണ്ണമായിരിക്കുന്ന ഭഗവാൻ അച്യുതനില് ഉറച്ച ഭക്തി ഉണ്ടാവണം. അതുപോലെ തന്നെ അച്യുതൻ്റെ ഭക്തന്മാരിലും ഭക്തി ഉണ്ടാവണം. അതുപോലെ തന്നെ അങ്ങയിലും എനിക്ക് ഉറച്ച ഭക്തി ഉണ്ടാവണം. അതാസ്തു പറഞ്ഞു. അപ്പോൾ പാർവതി പറഞ്ഞു, ഞാൻ എൻ്റെ ഉണ്ണിയെ കാണാൻ എന്നിട്ട് എനിക്കൊരു വരം കൊടുക്കണ്ടേ? ഞാൻ എൻ്റെ സ്പെഷ്യൽ വരം കൊടുക്കാം. അങ്ങനെ പുണ്യം അജരാമര. അങ്ങനെ ഒരിക്കലും ജരാനര ഉണ്ടാവില്ല, അന്ന് അജരനായിരിക്കും. എന്ന് മാത്രമല്ല അങ്ങൊരു പുരാണാചാര്യനുമായി തീരും. ആ പാർവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് മാർക്കണ്ഡേയ പുരാണമാണ് മാർക്കണ്ഡേയ പുരാണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് രാധേകൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സപ്താഹത്തിൽ 7 ദിവസം നമുക്ക് ഭഗവാന് നൈവേദ്യം ഉണ്ടാക്കി തന്ന നമ്മുടെ അന്നദാനം ചെയ്ത് ശ്രീ രമേശ് അവർകളെ സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ജസ്റ്റ് ഒരു സന്മാനം ചെയ്യാൻ കോമളൻ ചേച്ചി അദ്ദേഹത്തിന് ഒരു പൊന്നാട ചാർത്താൻ വരും. പുത്തൂര് പുരട്ടൽ ഭഗവതി ക്ഷേത്രത്തിൽ സപ്താഹം മണ്ഡലമാസം കഴിഞ്ഞ് ഉണ്ടാകും. അത് കഴിഞ്ഞ് കൂട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രം 22 കൊല്ലം. പല ശ്രീകൃഷ്ണ ജയന്തി ദിവസം അവിടെ 16 കൊല്ലം നടത്തുന്നുണ്ട്. ഇപ്പോഴും പുത്തൂരും കൂട്ടുകുളങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൊല്ലത്തിന് 2 സപ്താഹം കേട്ടാൽ അത്രയും നല്ലത്. അത് വേറൊരു ഭാഗ്യവും ഉണ്ടാവില്ല. നമസ്കാരം. 10 ദിവസം നല്ല സ്വാത്വികമായിട്ടുള്ള ആഹാരങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല ഭഗവാന്റെ പ്രസാദം നല്ല ശുദ്ധമായിട്ട് കുടിച്ച് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നു. എത്ര താങ്ക്സ് പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ഈ സന്ദർഭത്തിൽ. താങ്ക് യു. ഹരേ കൃഷ്ണ.